നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത തങ്ങൾ, ബഹുമാന്യരായ നേരത്തെ ഇവിടെ സ്വാഗതം ചെയ്ത നമ്മുടെ അതിഥികൾ, ഒട്ടേറെ വിശിഷ്ട അതിഥികൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ഇവിടെ പ്രത്യേകം പേരെടുത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ബഹുമാനായ പാലസ്തീൻ അംബാസഡർ, നമ്മുടെ ചീഫ് ഗസ്റ്റ് അബ്ദുള്ള മുഹമ്മദ് അബു ഷവീഷ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ വരും. ബഹുമാനപ്പെട്ട തങ്ങളുടെ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം ബാക്കിയുണ്ട്. അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ അവരെല്ലാം ഉണ്ട്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, എല്ലാവരോടും അഭിവാദ്യങ്ങൾ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാ സമൂഹത്തിനും ഞാൻ ഈ സന്ദർഭത്തിൽ ഗാസയിലെ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അവരൊക്കെ ഒരേ ഒരു മാനസിക അവസ്ഥയുമായി വന്നവരാണ്. അനുദിനം വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യക്കുരുതി, രക്തത്തിൽ കുളിച്ച് ബാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും കിട്ടിയതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് ഓടുന്ന ഈ സ്റ്റേജിൻ്റെ അടുത്ത് ശബ്ദം ഉണ്ടാക്കാതിരിക്കണം. സ്റ്റേജിൻ്റെ അടുത്ത് വളണ്ടിയർമാർ ശ്രദ്ധിക്കണം, അവിടെ ശബ്ദം ഉണ്ടാക്കാതിരിക്കണം, അവിടെ സംസാരം കുറക്കണം. കിട്ടിയതെല്ലാം കയ്യിൽ പെറുക്കിയെടുത്ത് ഓടുന്ന മനുഷ്യർ. അനുദിനം നമ്മളിതിങ്ങനെ കാണുമ്പോൾ ലോകത്തുള്ള ജനങ്ങൾ, ലോകത്തുള്ള വൻ ശക്തികൾ അവരൊക്കെ കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, ഒന്നും പറയാതിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസാക്ഷി അങ്ങനെ പിടയുകയായിരുന്നു. എന്താണ് ഈ ലോകം മിണ്ടാത്തത്? ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു, സലാമയുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതൊക്കെ ഖുർആൻ വേഴ്സസ് സൗദി പടം, നമ്മുടെ എല്ലാ വാചകങ്ങളിലും ഇവിടെ പറഞ്ഞത് ഒക്കെ ഒരേ ഒരു കാര്യമാണ് പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത്. ജാതിമത വ്യത്യാസം ഇല്ലാതെ ഖുർആൻ്റെ വാക്കുകൾ, അതിൻ്റെ മലയാള അർത്ഥം നമുക്ക് ഭാഷ മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകഛത്രാധിപതികൾ, ക്രൂരന്മാരായ ഭരണാധികാരികൾ, അവരൊക്കെ മനുഷ്യരെ ഈ തരത്തിൽ കുരുതി കൊടുത്തത് ചരിത്രത്തിൽ എത്രയോ ഉണ്ട്, ഒരുപാടുണ്ട്. ഇവിടെ ഓടമ്പള്ളി പറഞ്ഞു, പറവ, ബൈബിളിൽ പറയുന്ന പറവ, ഖുർആനിൽ പറഞ്ഞ ഫിറൗൻ ഒക്കെ ഒരാൾ തന്നെ. ആ ഭരണകാലത്ത് നടന്ന മനുഷ്യക്കുരുതി, ആ മനുഷ്യക്കുരുതിക്ക് വാണിംഗ് കൊടുത്തുകൊണ്ട് സർവശക്തനായ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം ഇവിടെ പറയുകയുണ്ടായി. അവരുടെ വാഴ്ചക്കൊരവസാനം ഉണ്ടാവും. അവരുടെ വാഴ്ച എന്നേക്കുമായി ഉള്ളതല്ല, അതവസാനിക്കും. കുറച്ചു കാലം അവരെ ദൈവം അല്ലാഹു തുറന്നു വിട്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊരവസാനം ഉണ്ടാവും. നെതന്യാഹുവിനെ കാണുമ്പോൾ, നെതന്യാഹുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, നെതന്യാഹുവിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ഒക്കെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ്. ലോകത്ത് ജൂത ജനസമൂഹത്തെ ഗ്യാസ് ചേമ്പറിലിട്ട് ഹിറ്റ്ലർ കൊന്നപ്പോൾ ലോകം ഒന്നിച്ച് അതിനെതിരായി ശബ്ദിച്ചതാണ്. ഗ്യാസ് ചേമ്പറിലിട്ട് ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റി കൊന്നപ്പോൾ, ഒന്നിച്ച് കുരുതി കൊടുത്തപ്പോൾ, അതിനുശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ദീർഘകാലം പട്ടിണിക്കിട്ട് എല്ലും തോലുമായ ലോകമഹായുദ്ധങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആ പിക്ചർ നമ്മുടെ കണ്ണിലൊക്കെ ഉണ്ട്. ചരിത്രം നമ്മളെ അനവധി തവണ അത് ആവർത്തിച്ച് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അതേ ജനതയുടെ ഒരു പ്രതിനിധി അവരിഷ്ടപ്പെടാത്ത രീതിയിൽ
അങ്ങനെ തന്നെ പറയട്ടെ, ഇസ്രായേലിലെ ജനത ഇഷ്ടപ്പെടാത്ത രീതിയിൽ ലോക മനസ്സാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അതേ മനുഷ്യക്കുരുതി, ഫിറോവിൻ്റെ, ഹിറ്റ്ലറുടെ അതേ മനുഷ്യക്കുരുതി ഈ ആധുനിക യുഗത്തിൽ, ഈ മോഡേൺ യുഗത്ത്, ഈ സിവിലൈസ്ഡ് ജനതയുടെ മുമ്പിൽ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്, നടത്തുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇതൊക്കെ എന്നോ അവസാനിച്ചു പോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഇങ്ങനൊന്നുണ്ടാവും എന്നുള്ളത് വിഭാവനം ചെയ്യാൻ നമുക്ക് കഴിയാത്ത ഒന്നാണ്. പക്ഷേ അത് നടക്കുകയാണ്, വീണ്ടും അത് നടക്കുകയാണ്. എന്നിട്ട് ഇരുന്ന് ചിരിക്കുകയാണ്, എന്നിട്ട് ഇരുന്ന് രസിക്കുകയാണ്. ആ ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ലോക രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി മാറുകയാണ്. ഒന്നൊന്നായി പതുക്കെയെങ്കിലും അനവധി ജീവനുകൾ കുരുതി കൊടുക്കപ്പെട്ടു. അനവധി കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്ത് ചെയ്യും? അവർക്ക് എന്തറിയാം? ഇത് എവിടുന്ന് വരുന്ന ബോംബാണ് എന്ന് അവർക്കറിയോ? ഇത് എന്തിൻ്റെ പേരിൽ വരുന്ന ആയുധമാണ് എന്നവർക്കറിയോ? എന്ത് കാരണത്താലാണ് എന്ന് അവർക്കറിയോ? അവർക്ക് വേദന എന്താണെന്നറിയോ? ഒന്നും അറിയില്ല. മനുഷ്യൻ്റെ പ്രകൃതിക്ക് തന്നെ യോജിക്കാത്ത, ചിന്തക്ക് തന്നെ യോജിക്കാത്ത, മനുഷ്യൻ ഒരു കാലത്തും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത വിധം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. ഇതിനൊരു പരിഹാരമില്ലേ? പലസ്തീനിലെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം ലോക ജനതക്ക്. പക്ഷേ ഇതാണോ പരിഹാരം? മറ്റൊരു പരിഹാരമില്ലേ? സമാധാനത്തിൻ്റെ ഒരു വഴിയില്ലേ? നമ്മുടെയൊക്കെ മനസ്സാക്ഷി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ലോകരാജ്യങ്ങൾ ഇതിന് കഴിയുന്ന ശക്തികൾ, ആ ശക്തികൾ എന്താണ് മിണ്ടാത്തത്? എന്താണ് പറയാത്തത്? എന്താണ് എന്തെങ്കിലും ചെയ്യാത്തത്? പക്ഷേ നമുക്ക് അല്പം ഒരു ഉണർവ് തരുന്ന തരത്തിൽ യൂറോപ്പ് ഉണരുന്നുണ്ട്. പല രാജ്യങ്ങളും പാലസ്തീൻ അംഗീകരിക്കുന്നു. ജനതയുടെ സങ്കടം കണ്ട് പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ ഫ്രാൻസ് തയ്യാറാവുന്നു, ബ്രിട്ടൻ തയ്യാറാവുന്നു, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ തയ്യാറാവുന്നു, ചൈന തയ്യാറാവുന്നു, റഷ്യ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്ക മാത്രം തയ്യാറായിട്ടില്ല. അമേരിക്ക ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തെ മനുഷ്യരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്നുള്ളതൊരു പരമാർത്ഥമാണ്, നമുക്കറിയാം. ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ്, ലോക ജനതയെ വെല്ലുവിളിക്കുകയാണ്. ബെർനാഡ് ഷാ പോലെയുള്ള ചിന്തകർ പറഞ്ഞതാണ്, അതിശക്തമായ ഭരണാധികാരി ഇരിക്കേണ്ട ആ സീറ്റിൽ വന്നിരിക്കുന്നത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വലിയ വലിയ ആയുധങ്ങളുടെ സ്വിച്ച് കയ്യിലുള്ള ഒരു ഭരണാധികാരി അല്പം മനുഷ്യത്വമില്ലാത്ത ആളായാൽ എന്ത് സംഭവിക്കും ലോകത്ത് എന്ന് പണ്ട് ചിന്തകന്മാരൊക്കെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ചെയ്യുന്നത്, മുസ്ലിം ലീഗ് ചെയ്യുന്നത്. ഈ വേദിയിൽ എല്ലാവരും ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ ഹൈന്ദവ പുരോഹിതന്മാർ, ക്രിസ്തീയ മത മേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ മത പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ, പത്രപ്രവർത്തകൻ, അതുപോലെ തന്നെ ചിന്തകർ, അങ്ങനെ പലരുണ്ട്. വെങ്കടേഷ് രാമകൃഷ്ണൻ പോലെയുള്ള എഴുത്തുകാർ, എല്ലാവരും ഒരേ സ്വരത്തിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക്, ഗാസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്ക് എതിരായി ശബ്ദിക്കുന്നവരാണ്. ലോകത്തൊരുപാട് ആളുകൾ ആ മനുഷ്യക്കുരുതിക്കെതിരായി ശബ്ദിക്കുന്നവരാണ്. അവർ നമ്മളൊരിറ്റ് കണ്ണീര്, ഒരു വാക്ക്, ഒരു മുദ്രാവാക്യം അതെങ്കിലും ആ മനുഷ്യക്കുരുതിക്കെതിരായി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രകടിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റായി. കഴിഞ്ഞൊരു ദിവസം തങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പറ്റില്ല എങ്കിൽ വാക്കുകൊണ്ടും പറ്റില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഈ ദുഷ്ടതയെ നമ്മൾ തള്ളിക്കളയണം എന്ന് തങ്ങളൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. വളരെ കറക്റ്റാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ വാക്കുകൊണ്ട്, ഒരു മുദ്രാവാക്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഇതിനെ വെറുക്കുകയും ഇതിനെതിരായി ശബ്ദിക്കുകയും ചെയ്യണം. അതിന് ഇൻഷാ അല്ലാഹ് ദൈവം സഹായിച്ചാൽ തീർച്ചയായും ഫലമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ തങ്ങൾ ആ വാക്കുകൾ അത് പറഞ്ഞു. ജാതിമത വ്യത്യാസമില്ലാതെ വിശുദ്ധ ഖുർആനിലും
ബൈബിളിലും അതുപോലെ തന്നെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ ഒരുപോലെ മാനിഷാദ ഇവിടെ പറയുകയുണ്ടായി. എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞ സമാധാനം, മനുഷ്യസ്നേഹം, അതിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിന് യോജിക്കാത്ത ഈ ദുശ്ചേതികൾക്കെതിരെ ലോകം സംഘടിക്കുകയാണ്. ലോകം സംഘടിക്കുമ്പോൾ അതിൽ നമുക്കും അണിചേരാം. അതാണ് തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് സംഘടിപ്പിച്ചിരുന്ന ഈ ഗാസ സോളിഡാരിറ്റി കോൺഫറൻസിൻ്റെ ഈ ഗാസ റാലിയുടെ അർത്ഥം. നമ്മൾ അണിചേർന്നിരിക്കുന്നു ഈ ദുഷ്ടതയ്ക്കെതിരായി. അതാണ് ബഹുമാനായ തങ്ങളവറുകൾ ഇവിടെ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തൻ്റെ അനുയായികൾ അണിനിരത്തിക്കൊണ്ട് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം. പലസ്തീൻ അംബാസഡർ കൂടി വേദിയിൽ വന്നു കഴിയുമ്പോൾ തീർച്ചയായും അത് പൂർണ്ണമായി അവരോടൊപ്പം നമ്മൾ നിൽക്കുന്ന ഒന്നാവും. തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തോടു കൂടി നമ്മൾ ആ സോളിഡാരിറ്റി പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ എല്ലാ മനുഷ്യ സ്നേഹികളെ പ്രതിദാനം ചെയ്യുന്ന വിശിഷ്ട പ്രാസംഗികർ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ യുദ്ധത്തിൽ അണിചേരുകയാണ്, ദുഷ്ടതയ്ക്കെതിരായ ആ യുദ്ധത്തിൽ അണിചേരുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ഇസ്ലാം.